ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അലീനയുടെയും മനുവിൻ്റെയും പ്രൊമോ വിശേഷവും റിയൽ വിശേഷവുമാണ് പറയുന്നത്. നമ്മുടെ പുതിയൊരു ചാനലാണ്. അതിനോടൊപ്പം ആദർശിൻ്റെയും നയനയുടെയും പ്രൊമോ വിശേഷവും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വലിയൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ നാളത്തെ അലീനയുടെയും മനുവിൻ്റെയും കഥയിലേക്ക് പോകുമ്പോൾ രസകരമാകുന്ന ചില തിരിച്ചടികൾ നമ്മുടെ വൈജയന്തിക്ക് കിട്ടുന്നു. അതൊക്കെയാണ്. മാത്രവുമല്ല, അലീനയെ എങ്ങനെയെങ്കിലും ഇവിടെ പുറത്താക്കുക, വീട്ടിൽ നിന്ന് പുറത്താക്കുക, അതിനുവേണ്ടി പുതിയ തന്ത്രങ്ങൾ ഏതറ്റം വരെ ചെയ്യുവാനും എന്ത് കടുംവിട്ട് പരിപാടി ചെയ്യുവാനും വൈജയന്തി തയ്യാറാകുന്ന ചില ഭാഗങ്ങളൊക്കെയാണ്. അതിന് സപ്പോർട്ടായിട്ട് കമലയും തൻ്റെ ചേട്ടത്തിയായ കമലയും കൂട്ടു നിൽക്കുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ എങ്ങനെയെങ്കിലും അലീനയെ ഇവിടുന്ന് പുറത്താക്കുവാൻ വേണ്ടി വൈജയന്തി ചില തന്ത്രം വരികയാണ്. അതിന് പ്രകാരം കമലയോട് പറയുകയാണ്, മുത്തശ്ശി ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ അലീന ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു പണി ഒപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ വൈജയന്തിൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ബുദ്ധി മറ്റൊന്നുമല്ല, അമ്മയെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക, ഇവിടുന്ന് മാറ്റി കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിടുക. അപ്പോൾ പിന്നെ അലീനയുടെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. അലീന മുത്തശ്ശിനെ അല്ലെങ്കിൽ മുത്തശ്ശി നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ തൻ്റെ അമ്മേനെ നോക്കാനാണല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മാറ്റി കമലയുടെ അടുക്കൽ കൊണ്ടുവിടുകയാണെങ്കിൽ, കൊല്ലപ്പള്ളി കൊണ്ടുവിടുകയാണെങ്കിൽ അലീന ഇവിടുന്ന് ഒഴിവാകും എന്ന് ഒരു ധാരണ തനിക്കുണ്ടാകുകയും അങ്ങനെ നമ്മുടെ കമലയെ വിളിച്ചു പറയാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ കമലയ്ക്ക് അല്പം സങ്കടം തോന്നുന്നുണ്ട്. മറ്റൊന്നുമല്ല, തൻ്റെ അമ്മായിമ്മേനെ നോക്കേണ്ടി വരുമല്ലോ ഇനി, അല്ലെങ്കിൽ തൻ്റെ അമ്മായിമ്മയുടെ കാര്യങ്ങളെല്ലാം, മരുന്നും ആഹാരമെല്ലാം താൻ എടുത്തു കൊടുക്കണമല്ലോ എന്നൊരു വലിയൊരു ബുദ്ധിമുട്ടപ്പോൾ വരുന്നുണ്ട്. പക്ഷേങ്കിൽ അലീനനെ ഒഴിവാക്കുവാനാണല്ലോ എന്നോർത്ത് പകുതി സമൂഹത്തോടു കൂടി അതൊക്കെ കേൾക്കുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ പ്രോത്സാഹനം കൊടുക്കുക, വൈജയന്തിക്ക് പ്രോത്സാഹനം കൊടുക്കുകയും അങ്ങനെ അതിലേക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ മുത്തശ്ശിയെ കൊല്ലപ്പള്ളിയിലേക്ക് പറഞ്ഞു വിടുവാനുള്ള തന്ത്രപരമാകുന്ന നീക്കം വൈജയന്തി നടത്തുകയാണ് കേട്ടോ. അങ്ങനെ ഈ കാര്യം വൈജയന്തി നൈസായിട്ട് അലീനയോട് പറയുകയാണ്. വളരെ ഭവ്യതയോട് കൂടിയാണ് സംസാരിക്കുന്നത്. കാരണം ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവള് പോകുകയില്ല. അപ്പോൾ പിന്നെ നൈസായിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ്, നീ അമ്മേനെ നോക്കാൻ വന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇനി അമ്മേനെ നോക്കുവാൻ ഇവിടെ ആളുടെ ആവശ്യമില്ല. കാരണം അമ്മേനെ ഞങ്ങൾ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിടാൻ പോവാണ്, കമലഘട്ടത്തിൽ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നിന്റെ സേവനം ഇന്നത്തോടു കൂടി അവസാനിക്കുക. നിനക്ക് വേണ്ട ശമ്പളം തരുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് നാളെ മുതൽ നീ മറ്റെവിടെയെങ്കിലും ജോലി നോക്കിക്കോളാൻ പറഞ്ഞ് അലീനയെ പറഞ്ഞു വിടുവാൻ തയ്യാറാകുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് അല്പം സങ്കടം വരുന്നുണ്ട്. പോകുന്നതുകൊണ്ടല്ല, മുത്തശ്ശിനെ കൊല്ലപ്പള്ളിയിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ കമല എങ്ങനെ നോക്കുമെന്നൊക്കെ അലീനയ്ക്ക് അറിയാം. എങ്കിലും സാരമില്ല, തനിക്ക് പോകാൻ തയ്യാറാണ് എന്ന് പറയുക. അങ്ങനെ അലീന പോകുവാൻ വേണ്ടി തയ്യാറാകുന്നു. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതായത് പരാതിയായിട്ടല്ല പറയുന്നത്, എൻ്റെ സേവനം അവസാനിക്കുകയാണ്, മുത്തശ്ശിയെ കൊണ്ടുവിടുകയാണ്, സാറിനെ നോക്കുവാൻ മറ്റൊരാളെ ഒരാളെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അലീന സമ്മതം ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ ഒന്നും ഞെട്ടുന്നുണ്ട്. തൻ്റെ സേവനം ഇവിടെ നിന്ന് മതിയായി എന്ന് വൈജയന്തി പറഞ്ഞെന്നും അങ്ങനെ മുത്തശ്ശിനെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഒരു ഞെട്ടലോട് കൂടി അത് കേൾക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രന് മനസ്സിലായി ഇതൊരു തന്ത്രപരമാകുന്ന നീക്കമാണ്, വൈജയന്തിയുടെ തന്ത്രപരമാകുന്ന നീക്കമാണ്, ഇതിൻ്റെ മേലെ കളിക്കണം എന്ന് ബാലചന്ദ്രൻ മനസ്സിൽ കാണുകയും അങ്ങനെ അലീനയോട് ഇതൊന്നും പറയാതെ, എന്നാൽ ശരി മോളെ, നീ എന്നാൽ റെഡി ആയിക്കോ, എനിക്ക് പറയാൻ അധികാരമില്ല, കാരണം അവളുടെ അമ്മയാണ്, എൻ്റെ അമ്മായിമ്മയാണ്, ഇപ്പോൾ ആ സ്ഥാനവുമില്ല, അവളുടെ അമ്മയാണ്, അവളുടെ അമ്മേനെ എവിടെയെങ്കിലും നിർത്തിക്കോട്ടെ, അതിപ്പം നീ മുത്തശ്ശിയെ നോക്കേണ്ട കടമ നിനക്ക് തീർന്നു, നിൻ്റെ ആ ജോലി തീർന്നു, അതുകൊണ്ട് നീ ബാക്കി കാര്യങ്ങളിലേക്ക് പൊക്കോളാൻ പറഞ്ഞ് മുറിയിൽ നിന്ന് പറഞ്ഞു വിടുകയെ. എൻ്റെ ബാലചന്ദ്രൻ ഇതിനെതിരെ എന്താണ് വൈജയന്തിക്ക് കൊടുക്കേണ്ട പാര, അല്ലെങ്കിൽ ഇതിനെ ബദലായി എന്താണ് നടത്തേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ തൻ്റെ അളിയനെ വിളിച്ചു വരുത്തുകയാണ്, അതിനെ പെങ്ങടെ ഭർത്താവിനെ വിളിച്ചു വരുത്തുകയും അങ്ങനെ അലീനനെ ഇവിടെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെ നാളത്തെ തൻ്റെ അളിയൻ വന്ന് ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ബാലചന്ദ്രൻ തൻ്റെ അളിയനോട്, പെങ്ങടെ ഭർത്താവിനോട് പറയുകയാണ്, നാളെ മുതൽ അലീന ഇവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞു, അമ്മേനെ നോക്കുന്ന ജോലികളൊക്കെ അവസാനിപ്പിച്ചു, ഇനി അവൾക്കൊരു പ്രൊമോഷൻ ആവശ്യമാണ്, അതുകൊണ്ട് നാളെ മുതൽ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അവളെ നിയമിക്കാൻ പറയാം. അപ്പോൾ പെട്ടെന്നൊന്നും തന്നെ അളിയനൊന്നും ഞെട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായതുകൊണ്ടായിരിക്കാം അങ്ങനെ തൻ്റെ ബാലചന്ദ്രൻ പറയുന്ന അനുസരിക്കുകയും അങ്ങനെ അലീനയെ വിളിച്ച് ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അലീനയ്ക്ക് സന്തോഷമായി, തൻ്റെ അമ്മയും കാണാം, അതുമല്ല തൻ്റെ മുത്തശ്ശിയെ നോക്കാം, മുൻപത്തേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ജോലി ലഭിക്കുകയും ചെയ്ത് അലീനയ്ക്ക് സന്തോഷമുണ്ടാകുന്നുണ്ട്. അങ്ങനെ തൻ്റെ അളിയനും, അല്ലെങ്കിൽ ബാലചന്ദ്രൻ്റെ അളിയനും ബാലചന്ദ്രനും കൂടി ആ പ്രൊമോഷൻ കൈമാറുന്ന ഒരു ഭാഗമൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം അലിയനയുടെ ഈ പ്രൊമോഷൻ്റെ കാര്യം നമ്മുടെ ബാലചന്ദ്രൻ പറയാതെ തന്നെ ബാലചന്ദ്രൻ്റെ അളിയനെ കൊണ്ട് വൈജയന്തിയോട് പറയിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതൊരു വലിയൊരു ഞെട്ടലായി മാറുകയാട്ടോ.
അങ്ങനെ ഈ തീരുമാനം ബാലചന്ദ്രൻ പറഞ്ഞതാണെന്നും അതൊരു ഓർഡറാണെന്നും പറഞ്ഞ് വൈജയന്തിയോട് കാര്യങ്ങൾ പറയും. ഇത് കേട്ടത് വൈജയന്തി അങ്ങ് ഞെട്ടിപ്പോയി കേട്ടോ. വൈജയന്തിക്ക് അത് ഉൾക്കൊള്ളുവാൻ പറ്റുന്നില്ല. കാരണം ഇത് മാത്രമല്ല, അലീന ബാലചന്ദ്രൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെയായിരുന്നു. അതിനുശേഷം കാണുന്നതും നേരെ ഈ ദേഷ്യം അടക്കാൻ കഴിയാതെ വൈജയന്തി അലീനനെ കാണുന്നു. അലീനയുമായിട്ട് വലിയൊരു വഴക്കുണ്ടാക്കിയാണ്. നീ എൻ്റെ കെട്ടിയോനെ മനസ്സിൽ കയറി പിടിച്ചല്ലേ, നിന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാലും നീ പോവുകയല്ലേടി എന്നൊക്കെ ചോദിച്ച ഒരു വഴക്കുണ്ടാക്കിയും അലീന തിരിച്ച് അതിനുള്ള ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അലീനെ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഇനി വിട്ടുകൊടുക്കാൻ അലീനെ ഒട്ടും ഉദ്ദേശിക്കുന്നുമില്ലെന്ന് നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അലീന വൈജയന്തിയുമായിട്ട് വഴക്കുണ്ടാക്കുകയും വൈജയന്തി അലീനയോട് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒടുവിൽ വൈജയന്തി അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടോ, ജോലി സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോവാം, നിന്നെ ഞാൻ വരും, നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞ് ഒരു വലിയൊരു ഭീഷണി മുഴക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം ഓഫീസിൽ ചെന്നിട്ട് വൈജയന്തിക്ക് ഒരു സ്വസ്ഥതയുമില്ലാത്തൊരവസ്ഥയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനുശേഷം കാണുന്നത് നമ്മുടെ അലീന ഈ സന്തോഷവാർത്ത മുത്തശ്ശിയടി എന്ന് പറയുന്നു. മുത്തശ്ശിക്ക് അത് വലിയ സന്തോഷമാകുന്നുണ്ട്. പക്ഷേങ്കിലും മുത്തശ്ശിയുടെ മനസ്സിൽ ഇപ്പോൾ എന്തോ ഒരു വലിയൊരു അലീനയോടൊരു അകൽച്ചയുള്ളതുപോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ. കാരണം തൻ്റെ മോളുടെ ജീവിതം ഇവിടെ അവസാനിക്കാൻ കാരണം അലീനയാണ് എന്ന് വൈജയന്തി പറഞ്ഞത് മനസ്സിൽ അല്പം കൊള്ളലുണ്ട്. മാത്രമല്ല തൻ്റെ മകനും വന്ന് പറഞ്ഞ് തൻ്റെ മരുമകളും വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തൻ്റെ മുത്തശ്ശിക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി അത്രയ്ക്കങ്ങ് സന്തോഷപ്പെടുന്നില്ല. എന്നാൽ അത് സന്തോഷമുണ്ട് താനും. അങ്ങനെ രസകരമാകുന്ന രീതിയിൽ മുൻപോട്ട് പോകുന്നു. ഇനിയാണ് അലീനയുടെ തേരോട്ടം എന്ന് പറയുന്നത്. കാരണം പ്രൈവറ്റ് സെക്രട്ടറി ആയതിനു ശേഷം അല്പം കൂടെ സ്വാതന്ത്ര്യം കിട്ടുകയും തൻ്റെ അമ്മയായ വൈജയന്തിയെ ഒന്ന് ഒതുക്കുവാൻ ശ്രമിക്കുകയാണ്. കാരണം എന്തായാലും ഈ എടുത്തിയാട്ടവും ഈ പിടിവാശിയുമൊക്കെ മാറ്റുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും ഇനി കാണാൻ പോകുന്നത്. വീണ്ടും നാളത്തെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.